ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ UK ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ EU കൺട്രിയിൽ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവരോ ചില ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എസ്പെഷ്യലി നമ്മൾ UK വണ്ടി ഓടിക്കുമ്പോൾ സേഫ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഡ്രൈവിംഗ് സ്റ്റൈൽ നിങ്ങൾ മറന്നിട്ട് വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ ഞാനുൾപ്പെടെ നമ്മൾ നാട്ടിൽ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്നിട്ട് വണ്ടി ഓടിക്കുമ്പോൾ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ വളരെയധികം മിസ്റ്റേക്കുകൾ ഉണ്ടാകും. 2-3 പ്രാവശ്യത്തിലൊക്കെ ട്രൈ ചെയ്താലാണ് ചിലപ്പോൾ ലൈസൻസ് പാസ്സാകുക. എല്ലാവരുടെയും കാര്യമല്ല, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ തവണ തന്നെ പാസ്സാവുന്നവരും ഉണ്ടാകാം. പക്ഷേ UK വന്നിട്ട് ഡ്രൈവിങ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ, ഫ്രഷായിട്ട് പഠിക്കുന്നവർ ഫസ്റ്റ് ചാൻസിൽ തന്നെ മിക്കവരും തന്നെ പാസ്സാവുന്ന കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് വേറെ ഡ്രൈവിംഗ് ഹാബിറ്റ് ഇല്ല. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നേച്ചർ അനുസരിച്ച് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അതുപോലെ നമ്മുടെ റോഡ് സയൻസും ഇവിടുത്തെ റോഡ് സയൻസും ഏറെക്കുറെ എല്ലാം ഒരുപോലെയാണ്. പക്ഷെ നമ്മളത് കറക്റ്റ് ഫോളോ ചെയ്ത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ റോഡ് സയൻസും ട്രാഫിക് സിഗ്നൽസും ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും ഇവിടുത്തെ ഡ്രൈവിങ്. അതുപോലെ തന്നെ പലർക്കുള്ള സംശയമാണ് ഇവിടെ വന്നിട്ട് കാർ ലൈസൻസ് എങ്ങനെ എടുക്കും, ട്രക്ക് ലൈസൻസ് എങ്ങനെ എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ പലരുടെയും ഒരു ധാരണയാണ് ഇവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ കാർ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടേ കാർ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാർ ലൈസൻസിൻ്റെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം 2-3 മാസം കഴിയുമ്പോൾ, അതായത് നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസ് എടുക്കാം. അതിനുശേഷം ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇവിടെ കാർ ലൈസൻസ് എടുക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് DVLA കയറിയിട്ട് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. DVLA എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്, നമ്മുടെ നാട്ടിലെ MVD മാതിരി. DVLAയിൽ നമുക്ക് ഓൺലൈൻ അപേക്ഷിക്കാം. ആദ്യം പ്രൊവിഷണലും. നമ്മളിവിടെ വന്നിട്ട് പ്രൊവിഷണൽ അപേക്ഷിക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ BRP കാർഡ് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ നാഷണൽ ഇൻഷുറൻസ് നമ്പറും. അത് രണ്ടും കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രൊവിഷണൽ ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഓൺലൈനിൽ DVLAയുടെ സൈറ്റിൽ കയറുക, നമ്മുടെ ഇൻഫർമേഷൻസ് കൊടുക്കുക. പ്ലസ് ഓൺലൈൻ ഫീസ് നിങ്ങൾക്ക് ഒരു 34 പൗണ്ടുകളാണ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ്. ഇത് തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ചെയ്യുമ്പോൾ ഇത്രയും കൂടി പ്രോസസ്സ് കൂടുതലാണ്. എഗെയിൻ പ്രൈസും കൂടുതലാണ്. ഫീസ് ഏകദേശം ഒരു 43 പൗണ്ടെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. പ്രൊവിഷണൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് തിയറിയുടെയും പ്രാക്ടിക്കലിൻ്റെയൊക്കെ ഡേറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് തിയറി ടെസ്റ്റ് പഠിക്കാനായിട്ട് പല ആപ്പുകളും ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് DVLAയുടെ തന്നെ ആപ്പ്. നമ്മളൊരു ചെറിയ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. തിയറി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റിന് ഡേറ്റ് എടുക്കാവുന്നതാണ്. അത് തിയറി ടെസ്റ്റിന് 2 പാർട്ടുകളാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും, സെക്കൻഡ് പാർട്ട് ഹസാർഡ് പെർസെപ്ഷനുമാണ്. മൾട്ടിപ്പിൾ ചോയ്സിൽ നമുക്ക് 50 ക്വസ്റ്റ്യൻസിൽ 43 മാർക്സ് സ്കോർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ തിയറി ടെസ്റ്റ് പാസ്സാകുള്ളൂ. അത് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 57 മിനിറ്റാണ്. തിയറിയിൽ നമുക്ക് മെയിൻ വരുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ കോഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നോ യുവർ ട്രാഫിക് സൈൻസ്, നിങ്ങളുടെ ട്രാഫിക് സൈനുകളെ കുറിച്ചുള്ള ബോധം വേണം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് എസെൻഷ്യൽസ്, സേഫായിട്ട് വണ്ടി ഓടിക്കുന്നതിനും
എങ്ങനെ നമ്മൾ ഒരു ട്രാഫിക് സിഗ്നലിൽ അപ്രോച്ച് ചെയ്യണം, റൗണ്ട് അബൌട്ടിൽ അപ്രോച്ച് ചെയ്യണം, അങ്ങനെയുള്ള സേഫ് ഡ്രൈവിംഗ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ചോദിക്കുക. പിന്നെ ഹസാർഡ് പെർസെപ്ഷനിൽ വരുന്നത് 14 വീഡിയോ ക്ലിപ്സുകൾ നമുക്ക് ഉണ്ടാകും ടെസ്റ്റിന്. അതിൽ ഏകദേശം 1 മിനിറ്റ് വീതമുള്ള ലെങ്ത്തുള്ള വീഡിയോ ക്ലിപ്സ് ആയിരിക്കും നമുക്ക് കാണിക്കുക. അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഹസാർഡ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മാക്സിമം നമുക്ക് കിട്ടുന്നത് 5 പോയിൻ്റാണ്. അങ്ങനെ ടോട്ടൽ 44 പോയിൻ്റാണ് ഹസാർഡ് പെർസെപ്ഷൻ നമുക്ക് ചെയ്യിക്കാൻ വേണ്ടത്. തിയറി എങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് എടുക്കാവുന്നതാണ്. ടെസ്റ്റിന് ഡേറ്റ് എടുക്കാവുന്നതാണ് DVLA സൈറ്റിൽ നിന്ന് തന്നെ. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ടുള്ള കാർ ലൈസൻസ് എടുക്കാനുള്ള ഇവിടുത്തെ രീതികൾ. അടുത്ത കുറച്ച് വീഡിയോകളിലായിട്ട് ഞാൻ കുറച്ച് ട്രാഫിക് സയൻസൊക്കെ പറ്റാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.